അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മദദ് ഖുർആൻ ക്ലാസ് സൂറത്തു മറിയം ആയിട്ട് ഞങ്ങൾ ഓതി വന്നോണ്ടല്ലേ. അതിൽ 4 ആയത്ത് ഞങ്ങൾ ഓതിയിട്ടായിട്ട് 5-ാമത്തെ ആയത്തും 6-ാമത്തെ ആയത്തായിട്ട് ഇണ്ട് ഞങ്ങൾ ഓതുക പോണ്ട്. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമുക്ക് അള്ളാഹു താല ചെയ്ത റഹ്മത്ത്. സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുരൊട്ടിಗೆ രഹസ്യമായിട്ട് അള്ളാഹുരൊട്ടിಗೆ ദ്വാരന്ന്. ആ ദ്വാരുന്ന സമയത്ത് എന്തായിട്ടിക്കട് ദ്വാരുന്നത് എന്നായിട്ടിക്കട് ഇന്നത്തെ ക്ലാസ്സിൽ ചൊല്ലവുള്ളത്. ഇൻഷാ അല്ലാഹ് ആയത്ത് നമുക്ക് ഓതാം, അതിനെ നമുക്ക് വിശദീകരിക്കാം. അതിക്ക് മുന്നലായിട്ട് എന്തായിട്ടിക്കട് ഈ ആയത്തുള്ളേ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുരൊട്ടിಗೆ ദ്വാരുന്നത്, പടച്ചവനെ നാന് നന്റെ കാലത്തിൽ പിന്നെ നന്റെ സ്ഥാനത്തേക്ക് വന്ന് നിൽക്കിടാലേ നാന് പേടിക്കില്ല. കാരണം നക്ക് മക്കയില്ല. അപ്പോൾ ആ സ്ഥാനത്ത് വന്നത് പിന്നെ നന്റെ ഫാമിലി പെട്ട ആരെങ്കിലോ അങ്ങനത്ര നല്ല ആൾമാരൊന്നുമല്ല. അപ്പൊ ദീന്റെ അങ്ങനെ എന്തെങ്കിലും മാറ്റിമറിക്കുവർ, എന്തെങ്കിലും വ്യത്യാസം വരുത്തറ്, അങ്ങനെ ബനു ഇസ്രായേൽ ചില മുന്നലെല്ലാം നടന്നത്. അപ്പൊ അത് നാണ് പേടിക്കില്ല റബ്ബെ. അതുകൊണ്ട് നന്റെ പെഞ്ഞയാണെങ്കിലോ അവളിപ്പോ ബെത്തിട്ടില്ല, ബയസുമായിട്ട് പെത്തിട്ടുമില്ല. നക്ക് ഒരു കിടാവ് എടുത്തറണം. നന്റെ ആ സ്ഥാനത്ത് നിൽക്കട നക്കൊരു കിടാവ് വേണം. നന്റെ ഇൽമു നുബുവത്ത് ആದ್ರೆ അനന്തരമായി അവകാശിയായിട്ട് പണ്ട നന്റെ ഈ സ്ഥാനത്ത് നിൽക്കട ഒരു 3 നക്ക് നീ തരണം. നന്റെ ബാപ്പടെ ഞങ്ങളെ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പാരമ്പര്യത്തിൽ ഒരുപാട് നബിമാർ വന്നത്. അപ്പൊ അങ്ങനെ ആ ഇൽമുടെ ഓഹരി എടുക്കണമെങ്കിൽ ആ സ്ഥാനത്ത് നിൽക്കണമെങ്കിൽ ഒരു 3 നക്ക് തരണം എന്നായിട്ട് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം ദ്വാരന്ന് ചൊല്ലു. വജ്അൽഹു റബ്ബി റദിയ, പടച്ചവനെ നിന്റെ അടുക്കൽ തൃപ്തിപ്പെട്ട ആ ഒരു മോനാക്കി നക്ക് നീ തരണം. അതായിട്ട് സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുരൊട്ടിಗೆ ദ്വാരന്നത്. ആ സംഭവമായിട്ട് ഈ 2 ആയത്തിൽ ചൊല്ലത്. ഇൻഷാ അല്ലാഹ് ആയത്ത് ഒന്ന് ഓതാം. ആയത്ത് ഓതി അതിൽ ഓതേണ്ട നിയമങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإني خفت الموالي من ورائي وكانت امرأتي عاقرا فهب لي من لدنك وليا يرثني ويرث من آل يعقوب واجعله رب رضيا. وإني നൂണ് ശബ്ദ കൊടുത്ത് അതുകൊണ്ട് മണിച്ചിട്ടതാണ്. وإني خفت الموالي. മവാലിയാണ്ട് എഴുതിയോടെ ഈ ലീ ആയിൽ പിന്നെ യാ ഉണ്ട്. അത് 2 ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കി എഴുതിയത്. അപ്പൊ ഈ യാത്തക്ക് ഫത്ത് കൊടുത്തല്ലേ, അത് യാന്റെ ഓതണം. അതിക്ക് പുള്ളി കൊടുത്തിട്ടില്ലെങ്കിലും ആ രീതിയിൽ ഈ ഇങ്ങനെ ഈ ബാത്തുകോളിന്റെ ഈ രീതിയിലുള്ളത് ഈ അക്ഷരം മാത്രം, വേറെ അക്ഷരമില്ല. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഫത്ഹ കൊടുത്തെങ്കിൽ അതെന്താക്കണം, യാന്റെ ഓതണം. മവാലിയ അവിടെ നൂനുടെ വാവ് ഗിദ്ഗാംബ്യവുന്ന റാ എന്നതിൽ പിന്നെ അലിഫ് വന്നിട്ട് ഹംസ വന്നിട്ട് അല്ലെ, അത് മദ് മുത്തസിൽ മുന്നര വിശദീകരിച്ചത്. എന്നവിടെ ഈടെ നീറ്റൊക്കെ ആയിട്ട് യാ കൊടുത്തിട്ട് അവിടെ യാക്ക് ഫത്ത് എന്ന് കൊടുത്തിട്ടില്ല. അപ്പൊ ഇയാടെ എന്താക്കിയത് നീറ്റിയും കഴിത്ത് ഏതൊരു ഈടെ നീറ്റിയെങ്കിൽ യാ ബന്ധതില്ല. നൂനുടെ ലാമുക്ക് ഇദ്ഗാമാക്കിയത്. അപ്പൊ പിന്നെ അവിടെ ഇദ്ഗാം ബിലാഗുന്നാൻ ചൊല്ല്. മില്ലദുൻക വലിയ നീ പാട്ടേണ്ടത് വലിയ ഉറക്കമേ ബായി ബുടകു തീറ മുച്ചകും തീറ. يرثني ويرث من آل يعقوب واجعله رب رضيا. يرثني ويرث من آل يعقوب من آل അവിടെ നൂന് നോക്കൂ. മിൻ അവിടെ നൂനുക്ക് സുക്കൂൺ കൊടുത്തു. ആ നൂന് വ്യക്തമായിട്ട് കേൾക്കണം, ഇൽഹാറാണ്. മിൻ ആലി യഅഖൂബ വജ്അൽഹു റബ്ബി റദിയ.
അതായിട്ട് ഈ ആയത്തിലെ വിശദീകരണം ചൊന്ന് വൈന്നി ഹിഫ്തുൽ മവാലിയ മിൻ വറായി, നിന്റെ മരണത്തിൽ പിന്നെ നിന്റെ ഈ സ്ഥാനത്തേക്ക് വന്ന് നിൽക്കുന്ന ആളെ നാണ് പേടിക്കുക. വക്കാനത്ത് ഇമ്രാത്തി ആഖിറ, നിന്റെ പെഞ്ഞയാണെങ്കിലോ അവൾ പെത്തിട്ടില്ല. ഫഹബലി മില്ലതും കവലി, അതുകൊണ്ട് നിന്റെ നക്കുണ്ടാക്കണം, നിന്റെ ഭാഗത്തിൽ നോഷാറമായി ഒരു കിടാവിടെ നക്ക് തരണം. യരിത്വനി, നിന്റെ സ്വത്തിനെ ഓതിയെടുക്കണം. അമ്പ്യാക്കന്മാരെ സ്വത്ത് ഓതിയെടുക്കലെന്നേ ഇൽമു നുബുവത്ത്, അല്ലാണ്ട് അമ്പ്യാക്കന്മാരെ സ്വത്ത് അങ്ങനൊന്നും വലിയക്കില്ല. സ്വത്ത് ഓതിയെടുക്കലെന്ന് അങ്ങനെയില്ല. വയരിത്തു മിൻ ആലി യഅ്കൂബ, യഅ്കൂബ് നബി അലൈഹി സ്വലാമിന്റെ സന്താനങ്ങൾ, യഅ്കൂബ് നബി അലൈഹി സ്വലാമിന്റെ മോനായിട്ടിട്ട് പിന്നെ യൂസുഫ് നബി അലൈഹി സ്വലാം, അതുപോലെ ഒരുപാട് നബിമാരെല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ പാരമ്പര്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മോൻ ഇസ്ഹാഖ് നബി, ഇസ്ഹാഖ് നബിയുടെ മോൻ യാക്കൂബ് നബി, യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ മോൻ യൂസുഫ് നബി, അങ്ങനെ ആ പാരമ്പര്യത്തിൽ ഒരുപാട് നബിമാർ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതിൽ നിന്ന് ഓഹരി എടുക്കണമെന്നുണ്ടെങ്കിൽ നബിയും റസൂലുമായിട്ട് രണ്ടിൽ പിന്നെ ഈ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളെ വേണമെന്ന്. പടച്ചവനെ നിന്റെ അടുക്കൽ തൃപ്തിപ്പെട്ടവനാക്കണം നീ എന്ന് മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാം ദുആറത്ത്. അപ്പൊ അള്ളാഹു താല എന്തൊരു സക്കരിയ നബി അലൈഹി സ്വലാം വെട്ടിക്ക് ചൊന്ന എന്നത് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തിൽ നമുക്ക് വിശദീകരിക്കാം. പിന്നെ ഞങ്ങളുടെ ഖുർആൻ ക്ലാസ്സിൽ പിന്നെ ജോയിൻ ആവുന്ന ആൾമാർക്ക് ജോയിൻ ആവാം. ആ ആയത്തുകളെ കേട്ട് അതേപോലെ ഓതി പഠിച്ച് നാളെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അത് ഓതിക്കടത്താം. അള്ളാഹു എല്ലാവർക്കും ഹൈർ പ്രദാനം ചെയ്യട്ടെ, എല്ലാവർക്കും സന്തോഷം നൽകട്ടെ. അള്ളാഹു ആഫിയത്ത് നമുക്ക് തരട്ടെ. കുടുംബത്തിൽ അള്ളാഹു നമുക്ക് എല്ലാവർക്കും സന്തോഷം നൽകട്ടെ. ദുആ വസിയ്യത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.